Hi friends, once again welcome back to JMJ. മമ്മൂക്ക ദി മെഗാവൺ സൂപ്പർ വൺ എങ്ങനെ വേണമെങ്കിലും നമുക്ക് പുള്ളിക്കാരനെ പറയാം. മെഗാസ്റ്റാർ മമ്മൂട്ടി ഫൈനലൈസ് ചെയ്ത് നമുക്കിപ്പോൾ തൽക്കാലം അവിടെ നിർത്താം. മമ്മൂക്കയുടെ സിനിമകളുടെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മാസ് ആക്ഷൻ ഫിലിംസ് എടുക്കുകയാണെങ്കിൽ ഡയലോഗ് ഡെലിവറി വേറെ ലെവലായിരിക്കും. വേറെ ലെവൽ. ബാക്കിയുള്ളതൊക്കെ അവിടെ നിൽക്കട്ടെ. പക്ഷെ മാസ് ആക്ഷൻ ഫിലിംസിലെ ആ ഓരോ പ്രൊണൗൺസിയേഷൻ, ഓരോ വാക്ക് പറയുന്നതും അതിലെ ഫീലിങ്സും അത് മാസ് സാധനമൊക്കെ പറയുമ്പോൾ ഇങ്ങനെ രോമ എണീറ്റ് നിൽക്കുന്ന പറയില്ല, അമ്മാതിരി തരം ഡയലോഗ് ഡെലിവറിയാണ്. അതിൽ പുള്ളീനെ തോൽപ്പിക്കാൻ മറ്റൊരു മലയാള നടനുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സംശയമാണ്. ലാലേട്ടൻ്റെ അടിപൊളിയായിട്ട് പറയാറുണ്ട്, പക്ഷെ ഇത്തരത്തിൽ ഗാംഭീര്യം അല്ലെങ്കിൽ ആ ഒരു പവർ, വാക്കുകളിലെയും ആ പറയുന്ന രീതിയിലേക്ക് ഒരു പവർ, അത് വേറൊരു മനുഷ്യൻ്റെത് എനിക്ക് തോന്നുന്നില്ല. കേൾക്കുമ്പോൾ ഇതൊരു രസമാണ്. ഞാൻ ലിൻഡോ കുര്യൻ്റെ ഈ വീഡിയോ കുറേ മുമ്പ് തുടക്കത്തിൽ ഞാൻ ചെയ്തിട്ടുണ്ട് ചെറിയ റിയാക്ഷൻ, പക്ഷെ എത്ര കണ്ടാലും മതി വരാത്തൊരു സാധനമാണ്. ഈ അടുത്ത് പോലും ആളുകൾ വീണ്ടും വീണ്ടും ചോദിച്ചിട്ടുള്ളതും ഈ ഒരു വീഡിയോ. ഞാൻ അതിൻ്റെ ലിങ്ക് കുറേ ആളുകൾക്ക് തിരിച്ചയച്ചു കൊടുത്തിരുന്നു, ഞാൻ കണ്ട് ചെയ്തത്. പക്ഷെ ഇപ്പൊ ഒന്നുകൂടെ ഒന്ന് കാണണം എന്നുള്ളൊരു ആഗ്രഹമുണ്ട്. അത്രയും ഓരോ സിനിമയിലും കൊടുക്കുന്ന ഡയലോഗ്സിന്റെ ഒരു രസം അത് പറഞ്ഞറിയിക്കാൻ കഴിയില്ല. എനിക്കതിനെ കുറിച്ച് പറഞ്ഞിങ്ങനെ വീണ്ടും വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കും. മമ്മൂക്ക എന്ന് പറയുന്ന ആളെ കുറിച്ച് ആലോചിക്കുമ്പോൾ തന്നെ ഇത്തരത്തിലുള്ള ഡയലോഗ് ഡെലിവറിയാണ് ആദ്യം മനസ്സിലേക്ക് ഓടി വരിക. സോ നിങ്ങൾക്ക് എന്താണെന്നുള്ളത് കമന്റ് രേഖപ്പെടുത്തുക. ലെറ്റ്സ് വാച്ച്. റെഡി. 10 வருஷமாக கூட இருந்திருக்கான். அவன் ஹாஸ்பிட்டலில் திரும்பி வரல. இந்த சூரிய இருக்க மாட்டான். ഇന്ത്യ എന്ന മഹാരാജ്യത്തിന്റെ സോൾ ആത്മാവ് IAS അക്കാദമി വർഷാവർഷം അടവച്ച് വിരിച്ചെടുക്കുന്ന നിന്നെ പോലുള്ള സ്നോബുകൾക്ക് ഈ ആത്മാവ് തൊട്ടറിയാനുള്ള സെൻസ് ഉണ്ടാവണം, സെൻസിബിലിറ്റി ഉണ്ടാവണം, സെൻസിറ്റിവിറ്റി ഉണ്ടാവണം. തിരക്കഥാകൃത്തിന്റെ ഡിലൈറ്റാണ് നമ്മൾ എഴുതി വെക്കുന്നതിന്റെ 1000 മടങ്ങ് ധ്വനികളോടുകൂടി അത് അവതരിപ്പിക്കാൻ കഴിയുന്ന ഒരു ശബ്ദം. ഇതൊരു വോയിസ് കൺട്രോളാണ്, വോയിസ് മോഡുലേഷൻ. ഞാൻ എഴുതി തുടങ്ങുമ്പോൾ എൻ്റെ മനസ്സിൽ ആദ്യം വരുന്ന രൂപം മമ്മൂട്ടിയുടേതാണ്. ഗംഗയിൽ നിമഞ്ജനം ചെയ്യാനിരുന്ന ചിതാഭസ്മത്തിന്റെ പരിശുദ്ധി നിനക്കറിയില്ല. ആരുടെ മുന്നിലും അടഞ്ഞിട്ടില്ലാത്ത ഈ വീടിന്റെ വാതിൽ അന്ന് എന്റെ മുന്നിൽ അടഞ്ഞു. ഇവിടുന്ന് പോയാൽ ഞാൻ തിരിച്ചു വരും. കണക്കുകൾ ഒരുപാട് തീർക്കാനുണ്ട്. ഞാൻ എല്ലാം മറന്നു എന്ന് നീ കരുതി കഴിവറണ മോനെ. ഗ്രഹണം ബാധിച്ചാലും അതിനൊരു സമയം. സൂര്യൻ ആ കറുത്ത മറവിട്ട് പുറത്തു വരും. ഇനി എന്റെ കുഴം. ഇനി അവന്റെ കളിയാണ് സംഹാരത്താണ്. അധികാരകാല പരിധി തീരും വരെ അവൻ ഭരിക്കുകയും അനുഭവിക്കുകയും കിടന്നു. വണങ്കാമുടി എന്ന പേരിന് തല താഴ്ത്താത്തവൻ എന്നാണ് അർത്ഥം. ആ പേര് അവൻ മാറ്റേണ്ട സമയമായി. നായിന്റെ മോനാണ് അറിയേണ്ടത് അവളുടെ കഴുത്തിൽ താലി കെട്ടുവൻ ആരാണെന്ന്. ഒരു കോപ്പം വേണ്ട. ചാവട്ടിന്റെ കുറുനാവ് പിടിച്ചെടുക്കാൻ ഞാൻ കേട്ടോടാ കള്ളം. വേണ്ടടിച്ചും തൊണ്ടേ കെട്ടോടാ. മാറ്റാനായിട്ട് നീ ഉണ്ടായിട്ട് വേണ്ടോ. ഒന്ന് പതുക്കെ പിടിച്ചാൽ ഞാൻ ഡയലോഗ് ഒന്ന് പറഞ്ഞു തീർത്തോട്ടെ. വെടി വെക്കാൻ ഇറങ്ങിയാൽ വെച്ചിട്ട് വേണം ഇടയിൽ കൊണയാനടിക്കും. ഞാനൊന്ന് വിരൽ ഞൊടിച്ചാൽ മതി, നിന്റെ ഏരിയസിന്റെ എക്സ്പോർട്ടും കാണില്ല, ഇമ്പോർട്ടും കാണില്ല. ഈ ബിൽഡിങ്ങിന്റെ ഒരു ഇഷ്ടിക പോലും ബാക്കി കാണില്ല. ഞങ്ങളുടെ അമ്മ അറിയും. മേരി ടീച്ചറിന്റെ കൊലപാതകത്തിന്റെ ഒരു സാക്ഷി ഇവിടെ ഉണ്ട്. അത് നിന്റെ ബാപ്പായോ മച്ചാനോ ആണെങ്കിൽ ടീച്ചറിന്റെ മകൻ ബിലാൽ വന്നിട്ടുണ്ടെന്ന് പറയണം. അവനെ കിട്ടാതെ ബിലാൽ ഈ കളം വിടുന്ന പ്രശ്നമില്ല. ചോര കണ്ട് അറപ്പ് തീർന്നവന്മാരെ കുറുക്കാൻ ഒരു മുഴം കയറുമായിട്ട് ഒറ്റക്കിറങ്ങരുത്. ചില്ലറ്റം പടമാക്കി പൂച്ചത്രക്കെ കയറ്റുമ്പോൾ കാരാട്ടയും കുറുവിളി തെല്ലുമാടി കൊച്ചി കളത്തിലിറങ്ങിയാലുണ്ടല്ലോ സകലവനും മേടിക്കും. നല്ല പതക്കം പൊട്ടുന്ന അടി. ചെറിയ പിള്ളേരല്ലേ, ഒരു ത്രില്ലില്ല. ആ മാസല്ലേ ആന്റണി പഴയ സ്വഭാവം വേണ്ടെന്ന് വെച്ചിട്ടുള്ളൂ. ആണത്തം പണയം വെച്ചിട്ടില്ല. ചേറ്റത്തിനും പറഞ്ഞ നിന്റെ ചങ്കിളി ഞാൻ പുറത്തു വരും പൊട്ടി. അപ്പനാരെന്ന് ചോദിച്ചാൽ എനിക്ക് ചൂണ്ടിക്കാണിക്കാൻ ഒരു അലക്സാണ്ടർ ഉണ്ട്. ഒരൊറ്റ അലക്സാണ്ടറേ ഉള്ളൂ താനും. ഈ റാസ്കലിനെ ആരാ പോലീസിന്റെ പണി ഏൽപ്പിച്ചത്? നിന്റെ തന്ത. എനിക്ക് പറയാനൊരു തന്തയുണ്ട്. നേരമായി നീ മിനിസ്റ്റർ കളിക്കുന്നു. സഭ കൂടിയവർക്കും മറുപക്ഷത്ത് ആയുധമെടുക്കുന്നവർക്കും പടകുട്ടി പന്നം കെട്ടി വരാം. പെരുമാൾപുരത്തിന്റെ ഗോപുരവാതിലിൽ നാരായണൻ എന്ന ഞാനുണ്ടാവും. എന്നെ വീഴ്ത്തിയിട്ട് നല്ല തന്തയ്ക്ക് പറഞ്ഞ എത്ര പേരാ മണ്ണിൽ ചവിട്ടുകൊണ്ട് കാണാം. പക്ഷേ രാമനാഥന്റെ ഞരമ്പെ തൊട്ട് കളിച്ചാലുണ്ടല്ലോ
സല്യൂട്ട് ചെയ്യുന്ന ഈ കൈ കൊണ്ട് 2 കരണം അടിച്ചാൻ പൊട്ടിക്കും. ನಿನ್ನ ಕರಳು ತೆಗ್ದಿ ಹೊರಗೆ ಆಗ್ಲೇ ಉಂಟು ಅವರಾಸಿ ರಂಟ ಮಗನೇ. കുട്ടപ്പായോട് കളിച്ച് കളിച്ചത് ചെപ്പിയായിരിക്കും തേണ്ടി. നീ എന്നെ ഉണ്ടാക്കിയ തന്തയാണല്ലേ. ഒരു തോക്കെടുത്ത് നിന്റെ നെഞ്ചത്തേക്ക് കുത്തി ഇറക്കുമ്പോ ഐ എം ബ്ലഡി കോൺഫിഡന്റ്. കൊണ്ടുപോകും നിന്നെ. അമതാജിന്റെ കണ്ണുപെട്ട വേണം തോന്നിയ എന്തും ചെയ്യും ഞാൻ. Yes, you are too big and too privileged. കളക്ടർ ഓഫീസിലെ കുപ്പ പൊട്ടിട്ടിരിക്ക. നിന്നെ പോലെയുള്ളവന്റെ ഒക്കെ പിടിപാടിന്റെ പേര് സ്ട്രെങ്ത് എന്നല്ല, ഇറ്റ്സ് സ്ലേവറി, ഇറ്റ്സ് കാസ്റ്ററേഷൻ. പരമ കൊലയാടി മോനെ. നീ നിന്റെ മുഴുവൻ ക്രിമികീടങ്ങൾ ഒന്നിച്ചു വന്നാലും രാമനാഥന്റെ ഒരു രോമത്തിൽ തൊടാൻ പറ്റില്ല. ഈ ഭൂമി മലയാളത്തിൽ മാധവനുണിക്ക് ഒരു മോന്റെ മോനും വിഷയമല്ല. ടൈ കോട്ടും തൂട്ടു വിട്ടു പോയെന്നേ ഉള്ളൂ. തണ്ടല്ലൂരി കഴുത്തിൽ ടൈ കെട്ടിട്ടില്ല രവി. അതുകൊണ്ടാണ് നീ എന്നെ വിളിപ്പിച്ചത്. മധ്യതരവുമായി എന്റെ മുന്നിൽ വന്നാൽ ഉടലും തലയർത്ത് രണ്ടാക്കി രണ്ടിടത്ത് ഞാൻ കുഴിച്ചുമൂടും. ഇതിവിടെ തന്നെ ഉണ്ടാവും നേതാവേ, പരിക്കുകളില്ലാതെ ഇൻടാക്ട്. പുറകിൽ വിട്ടിട്ട് വന്ന മണ്ണിലല്ല നാരായണൻ ജീവിക്കുന്നത്. ആയിരങ്ങളുടെ ഞങ്ങളുടെ മുറിയില് തൊട്ടില്ല നീയൊന്നും. രോമത്തിന് കൊള്ളുകൾ എന്റെ മുന്നിൽ പോയി നിൽക്കില്ല. പിട്ടുക്ക് വിറയ്ക്കും. സ്കെച്ച് ചെയ്ത് കാത്തിക്കും വരഞ്ഞാണ് പിള്ളേര്. അപ്പൊ നേരം കളയാണ്ട് അടുത്ത മഴയ്ക്ക് മുമ്പ് എല്ലാരും അവനവന്റെ കൂരയ്ക്ക് പോയി ചേരി എല്ലാരും പിരിഞ്ഞു പോകണം. അല്ലെങ്കിൽ ഞങ്ങൾക്ക് ആകാശത്തേക്ക് വെടിവെക്കേണ്ടി വരും. വായി കിടക്കണ നാക്കു കുരുത്തോളതാണെങ്കിൽ എന്തിനാ അപ്പറ്റ ഒറിജിനൽ തോക്ക്? അവന്മാര് പോയത് കണ്ടോ? തിലകന് പോയിട്ടുണ്ടെങ്കിൽ എന്റെ ഇതും വേറെ ലെവലാണ്. അങ്ങനെ തിലകൻ ഈസ് ഈ പറഞ്ഞ പോലെ ഡയലോഗ് ഡെലിവറിയിൽ വേറെ ലെവൽ പരിപാടിയാണ് കാണിച്ചു കൂട്ടി വെക്കാറുള്ളത്. ഇത് ഞാൻ അന്ന് ഇത് എപ്പോ കണ്ടു കഴിഞ്ഞാൽ ഈ വീഡിയോ ഭയങ്കര ഒന്ന് ലിൻഡോക്കുറിയും പൊന്നും മച്ചാനെ എന്തു ജാതി എഡിറ്റിംഗ് ആണ്. നമുക്ക് അറിയാണ്ട് തന്നെ ആവേശം ചില സ്ഥലത്ത് ശ്വാസം മുട്ടുന്ന പോലെ ഫീൽ ചെയ്ത് വന്നിട്ട് ഇങ്ങനെ ഉള്ളുന്നൊരു ഫീല് വന്നിട്ട് ഇതിനെ ചങ്കിൽ വന്നിങ്ങനെ നിൽക്കണം. നമുക്ക് അലറ തോന്നുന്നുണ്ട്. പക്ഷെ ഈ സമയത്ത് അലറി കഴിഞ്ഞാൽ വീട്ടിൽ നിന്ന് പുറത്താക്കും. രാത്രിയാണ് വീഡിയോ ചെയ്യണത്. സോ അതുകൊണ്ട് നമ്മളത് മിണ്ടാണ്ടങ്ങ് ഒതുക്കി വെക്കുന്നുണ്ടാവുള്ളൂ. വൻ പരിപാടി. ഇത് എനിക്ക് തോന്നുന്നത് മമ്മൂക്കയുടെ ഏറ്റവും ബെസ്റ്റ് ഡയലോഗ്, ഈ മാസ് ഡയലോഗ്സിന്റെ ഒരു വല്ലാത്തൊരു ഒഴുക്ക്. പിന്നീട് ലാസ്റ്റ് ഒക്കെ എത്തിയപ്പോൾ അടിപൊളി, ഇപ്പോഴും അടിപൊളി തന്നെയാണ്. പക്ഷെ ഇപ്പൊ കൂടുതലും ആ ഇമോഷണൽ, കുറച്ചുകൂടി ഇമോഷൻസിന് പ്രാധാന്യം കൊടുത്തിട്ടാണ് പറയുന്നത് തോന്നിയിട്ടുണ്ട്. പേഴ്സണൽ ഒപ്പീനിയൻ ആണ്. അപ്പൊ കുറച്ച് മുമ്പ് എനിക്കുള്ള ധ്രുവം, അതേപോലെ കൗരവർ, ഈ ടൈമിലൊക്കെ പീക്ക് ലെവലായിരുന്നു മമ്മൂക്കന്റെ. ഭയങ്കര എന്ത് ജാതി പെർഫോമൻസ് ആണ്, എന്തൊരു ഡയലോഗ് ഡെലിവറിയാണ്. അത് മാസ് സാധനങ്ങൾ, അത് ഫീൽ ഉണ്ട്, ഇമോഷൻ അപ്പോഴും ഉണ്ട്. പക്ഷെ എന്നാൽ പോലും ആ സൗണ്ടിന്റെ മോഡുലേഷൻ എന്ന് പറയുന്നത് ഭയങ്കരമായിരുന്നു. ഉള്ളിൽ നിന്ന് വരുന്ന ചെറിയ ചെറിയ കരകരപ്പും അതിന്റെ കൂടെ ഉള്ള ഒരു രസം, അതിന്റെ ഒരു സൗന്ദര്യം എന്തായിരുന്നു. ധ്രുവൊക്കെ എല്ലാ ഡയലോഗും വേറെ ലെവലാണ് ചെയ്തു വെച്ചിട്ടുള്ളത്. കൗരവറും അങ്ങനെ തന്നെയാണ്. കൗരവർ പിന്നെ ഫീലിംഗിന്റെ കാര്യത്തിൽ എസ്പെഷ്യലി ആ കുട്ടികൾക്ക് മമ്മൂക്കനോട് ഇഷ്ടം തോന്നുന്ന സമയം മുതലുള്ള കാര്യങ്ങൾ ഭയങ്കരമാണ്. ഞാൻ ഇപ്പോഴും ഇടയ്ക്കിടയ്ക്ക് അവിടെ മുതൽ ഫുള്ള് കാണൂല, ഏകദേശം ഒരു ഭാഗം മുതലാണ് കാണുക. അത് ഭയങ്കര രസം. അവരാ ഇഷ്ടമാകുന്നു. അപ്പം മമ്മൂക്കന്റെ ചില എക്സ്പ്രഷൻസും നമുക്കതിന് ഒരു സന്തോഷം തോന്നുന്ന സീൻസ് എനിക്ക് അങ്ങനെ ഫീൽ ചെയ്യാറുണ്ട്. ആ ഭാഗം കാണുന്ന സമയത്ത് ഒരു പ്രജാപതിയിലൊക്കെ പറയുന്ന ഡയലോഗ്, അവർ ദുബായ് ആ സിനിമയിലെ തണ്ടല്ലൂരി കഴുത്തില് ടൈ കെട്ടിയിട്ടില്ല എന്ന് പറയുന്ന സാധനമൊക്കെ, അതൊക്കെ വൻ പരിപാടി. അത് മമ്മൂക്ക ഡയലോഗ് ഡെലിവറിയിൽ പറഞ്ഞ പോലെ അത് കറക്റ്റ് രഞ്ജിത്ത് സ്ട്രോങ് ആയിട്ട് പറയുന്നുണ്ട്. രഞ്ജിത്ത്, അതായത് നമ്മുടെ ആക്ടർ, എഴുത്തുകാരൻ, ഇത് രഞ്ജിത്താണ്. 2 രഞ്ജിത്ത് ഉണ്ട്. ഞാൻ പറഞ്ഞത് എഴുത്തിട്ടോ, ഡയറക്ടർ രഞ്ജിത്ത് അല്ല. അപ്പൊ പുള്ളി പറയുന്നുണ്ട്, ഞാൻ എഴുതുമ്പോൾ മമ്മൂക്കയാണ് മനസ്സിലേക്ക് വരികയെന്ന്. അതേപോലെ നമ്മൾ എഴുതുന്നതിന്റെ 10 മടങ്ങ് ഫീൽ തരാൻ പറ്റുന്ന ഒരു ഡയലോഗ് ഡെലിവറി. നമ്മുടെ ഫാസിൽ പറയുന്ന പോലെ വോയിസ് കൺട്രോളും മോഡുലേഷനും, ഇതൊക്കെ നമ്മളെല്ലാവരും ഒരുപാട് വട്ടം ചർച്ച ചെയ്തതാണ്. അത് മമ്മൂക്ക എന്ന് പറയുന്നത് വേറെ ലെവൽ പരിപാടി തന്നെയാണ്. ലാലേട്ടൻ ചെയ്യുമ്പോൾ പക്ഷെ ഈ ലാലേട്ടൻ്റെ എല്ലാം ഓക്കെയാണ്. പക്ഷെ ഈ പറഞ്ഞ പോലെ നാച്ചുറൽ ആയിട്ട് ചെയ്യുന്നതുകൊണ്ട് തന്നെ ആ ക്യാരക്ടർ എങ്ങനെയാണ് പറഞ്ഞത് അത് പിടിച്ച് ചെയ്യും. അത് ഭയങ്കര തന്നെയാണ്. പക്ഷെ ഈ മാസ് പടങ്ങളിൽ എന്തോ ഇത്തരത്തിൽ മമ്മൂക്കയുടെ ഡയലോഗ് ഡെലിവറിക്ക് ഒരു ഗുമ്മ് അത് ഭയങ്കരമാണ്. മറ്റുള്ള ആളുകൾ ചെയ്യുമ്പോൾ ചില വലിയ ലെങ്തി ഡയലോഗൊക്കെ ആണെങ്കിൽ ഈ ആക്ടർ അവിടെ കിടന്ന് ഇങ്ങനെ മുട്ടയിടണം. നമുക്ക് എന്ന് വെച്ചാൽ ആ ശ്വാസം മുട്ടുന്ന പോലെ നമ്മളെ ഈ കണ്ടിട്ടുള്ള ശ്വാസം മുട്ടലല്ലേ, ഈ പറയാൻ ഇങ്ങനെ ഒരു ചെറിയൊരു തപ്പലോ അല്ലെങ്കിൽ ഒരു ബുദ്ധിമുട്ടുന്ന പോലെ നമുക്ക് ഫീൽ ചെയ്യും. പക്ഷെ മമ്മൂക്കൻ്റെ അതില്ല. സ്ട്രെച്ചിൽ ഒറ്റ ഫ്ലോയിലാണ് അതിങ്ങനെ കറക്റ്റ് അങ്ങനെ മണി പോലെ വരും. അത് ഭയങ്കരമാണ്. എന്താ ചെയ്യുക, ഇങ്ങനെയൊക്കെയുള്ള വൻ നടന്മാര് ഇനിയും ഒരുപാട് ഉണ്ടാവട്ടെ എന്നൊക്കെ പറഞ്ഞായിട്ട് ആഗ്രഹിക്കുന്നു. ഇനി വരുന്ന തലമുറയ്ക്ക് അത്തരത്തിലുള്ളൊരു സാധനം കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. 90s നമുക്ക് കിട്ടിയ പോലത്തെ ഒരു സാധനം കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. നിങ്ങളുടെ അഭിപ്രായം എന്തായാലും വർക്കാ കമന്റ് രേഖപ്പെടുത്തുക. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. കാണാം.